പേടിയുണ്ട് ഇപ്പോഴും സിനിമ ഈ എല്ലാ ജോലി ചെയ്യുമ്പോഴും പേടിയുണ്ട്. ഏത് ജോലിയിലും ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള തോന്നൽ എനിക്കില്ല. മ്യൂസിക് ചെയ്യുമ്പോഴും പാടുമ്പോഴും ഇത് ചെയ്യുമ്പോഴും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള തോന്നല്ലോ. അതുകൊണ്ട് നമ്മൾ ഒന്നും എത്തിയിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ടെക്നിക്കലായിട്ട് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മൈക്ക് കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഇതെന്തൊക്കെയാണ് ഇത് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന സാധനങ്ങൾ. ഇത് നമ്മളെല്ലാ ഒന്നുമില്ല. മറ്റത് ഇവിടെ വെച്ചാൽ ഇൻ്റർവ്യൂ, ഇതിങ്ങനെ വെച്ചാൽ പോഡ്കാസ്റ്റ്. കമ്പേ കുത്തിയ പോഡ്കാസ്റ്റ്, ചങ്കത്ത് വെച്ച ഇൻ്റർവ്യൂ, അത്രേ ഉള്ളൂ സാറോ. ഇതും മറക്കൂലെന്ന് പറഞ്ഞില്ല, ഇതിൽ കൊണ്ടുവന്ന് മറ്റത് ഒട്ടിച്ച് വെച്ചേക്കാണ്. കളഞ്ഞ് സസ്പെൻസ് കളഞ്ഞ് രണ്ട് നട്ടിലും ഒരു മുഴ കയറിലുമാണ് നിൽക്കുന്നത്. ഇത് കട്ട് ചെയ്യണത് അല്ല ഇത് നമ്മളുടെ ഇതിന് ട്രെയിലർ ലോഞ്ചിന് മറ്റേ ഇവൻ ജയസൂര്യ കയറിയിട്ട് പറഞ്ഞു പവർ ബാങ്ക് കൊടുത്തല്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പവർ ബാങ്ക്. എവിടെയാണെങ്കിലും ഈ ടെക്നിക്കലി ഇതൊരു ഷോയാണ്. ചിലവർ റിമോട്ട് ഇല്ല, അങ്ങനെ ഇത് ഡിവൈസ് ഇല്ല. അപ്പോൾ അത് കാരണം മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് ടി വിയുടെ റിമോട്ടാണ് കൊടുക്കുന്നത്. ഈ സ്ക്രീനിലേക്ക് LED വാളിലേക്ക് ടി വിയുടെ റിമോട്ട് വെച്ചിട്ട് എന്ത് കാണിക്കുന്നത്? ലാപ്പിൽ പ്രസ് ചെയ്യും. ഈ ലാപ്പിൽ പ്രസ് ചെയ്യുന്നത് ലാപ്പ് ഓഫാക്കി വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അതിലൊന്നും കാര്യമില്ല. അതൊരു ഷോ ഓഫ്, അതൊരു ചടങ്ങാണ്, അത്രേ ഉള്ളൂ. ഇപ്പം റിമോട്ടിൻ്റെ കാര്യം പറഞ്ഞാണ് നമ്മൾ ഇപ്പം ഈ ഉസ്താദ് സിനിമയിൽ ബോംബ് പൊട്ടിക്കാൻ കാൽക്കുലേറ്റർ കൊടുക്കുന്നതൊക്കെ പിന്നീട് ഭയങ്കര വൈറലായ ഷോർട്സാണ്. ഈ വിഷ്ണു, ഈ കഥ വിഷ്ണുവാണ് നാദർഷക്കയിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു സബ്ജക്റ്റ് വരുന്നു, ഒരുപാട് സബ്ജക്റ്റുകൾ വിഷ്ണു കേൾക്കുന്നുണ്ട്. അപ്പം അതൊന്നും നാദർഷക്കയിലേക്ക് റെഫർ ചെയ്യാതെ ഈ ഒരു സബ്ജക്റ്റ് നാദർഷക്ക ചെയ്താൽ ബെറ്റർ ആവുമെന്നുള്ള റെഫർ ചെയ്യാനുള്ള റീസൺ എന്താ? അങ്ങനെയല്ല, എനിക്ക് ഇതിൻ്റെ ഒരു ഇടുക്കി ഫ്ലേവറുള്ളൊരു കഥയായിരുന്നു ഇത്. അപ്പോൾ ഇത് ആകാശ് ദേവ് എന്ന് പറയുന്ന ഒരു റൈറ്റർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അവന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പക്ഷേ ഇങ്ങനെ പ്രൊജക്റ്റ് ഓണാവാതെ ഇങ്ങനെ നീണ്ടു പോകുമായിരുന്നു. ആ സമയത്താണ് ഇക്ക വേറൊരു സബ്ജക്റ്റുമായിട്ട് ഞാനും ഇക്കയും തമ്മിൽ സംസാരിക്കുകയും ഇതൊക്കെ ചെയ്തത്. അതിൻ്റെയും ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ സെറ്റാവാതെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, ഞാൻ കേട്ട വേറൊരു സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര വർക്കാണ്. അപ്പോൾ ആകാശിനോട് ഞാൻ പറഞ്ഞാടാ, നീ അതൊന്നും ഇക്കയോട് പറഞ്ഞു നോക്ക്, ഇക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നടപടിയാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇക്കടുത്ത് കേൾപ്പിച്ചാണ്. പക്ഷേ കേട്ടപ്പോൾ തന്നെ ഇക്കും അത് വർക്കായി. അതിനകത്ത് എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. എന്തെങ്കിലും, അതായത് ശരിക്ക് ഈ സിനിമ നമുക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അല്ലല്ലോ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടു നോക്കാം, ഓക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഹുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അതിനകത്ത് എന്തെങ്കിലും ചെറിയ പുതുമ ഫീൽ ചെയ്താൽ പോലും അത് ഇപ്പോഴത്തെ കാലത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഫ്രഷ്നെസ് കിട്ടും. പറഞ്ഞു പോകുന്ന റൂട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫ്രഷ്നെസ് ഉണ്ടെന്ന് തോന്നിയാലാണ് നമുക്കത് വർക്ക് ചെയ്യണത്. അപ്പോൾ അത് ഇതിനകത്തുണ്ട്. അങ്ങനെയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വായിക്കുകയാണ് ചെയ്തത്. വായിച്ചു കഴിഞ്ഞിട്ട് ഇക്ക രാത്രി തന്നെ എന്നെ തിരിച്ചു വിളിച്ചു, അന്ന് തന്നെ. ഇത് നല്ല രസമുണ്ടല്ലോ അത് പറഞ്ഞു. അപ്പോൾ എനിക്കും ചിലത് പറയുമ്പോൾ കഴിയുന്നു. ഇപ്പോൾ അവനന്ന് എൻ്റെ അടുത്ത് ആകാശദേവ് എന്ന് പറയുമ്പോൾ അവനാകെ വേറെ മെൻ്റൽ ടെൻഷനും കാര്യങ്ങൾ. അപ്പം ഞാനത് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കഥ പറയാൻ അറിയാൻ പാടില്ലാത്ത ഒരാളുടെ അടുത്ത് ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളിലേക്ക് എത്തിക്കാൻ. പക്ഷേ പേനയും പേപ്പർ എടുത്തിട്ട് ഒരു 4 വരി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ചിരി കിട്ടും. അങ്ങനെ കുറേ ആൾക്കാർക്കുണ്ട്. ആകാശ് ഇപ്പോൾ വന്ന് പറയുന്ന റിലാക്സ്ഡ് മൂഡാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പം ഞാനിപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് ചില കഥകൾ ഞാൻ വായിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നിട്ട് ഞാൻ ആ റൈറ്ററെ വിളിച്ചിട്ട് ഞാൻ മമ്മൂക്കയുടെ അടുത്ത്, അപ്പോൾ അങ്ങനെ നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇവൻ കൈയും കാലും പറിച്ചിട്ട് കൈയും കാലും പറിച്ചിട്ട് ഇങ്ങനെ മമ്മൂക്ക ചോദിച്ച് വെള്ളം വേണോ? എത്ര പേരെ കണ്ടിട്ടുള്ള, എത്ര ആൾക്കാരെ കണ്ടിട്ടുള്ള. നമുക്ക് ഇങ്ങനെ ഫേസിലേക്ക് പോലും നോക്കിയിട്ടില്ല. വെറുതെ എനിക്ക് തോന്നുന്നു ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന കഥ പറയാൻ വന്നോട് വെള്ളം വേണോ? വേണം. അങ്ങനെയുള്ള അവസ്ഥയിൽ അങ്ങനെ ചിലപ്പോൾ പതറിപ്പോവേ. പക്ഷെ ആ സാധനം തന്നെ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഹ്യൂമർ. അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, പറയാൻ പറ്റാതെ. ഞാനൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നെങ്കിൽ ഞാൻ പോയി ആരെങ്കിലും കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എടുക്കില്ലായിരുന്നു. കഥ പറയാൻ അറിയാമല്ലോ. ഈ എൻ്റെ മമ്മൂക്ക പ്രൊജക്റ്റ് പ്രതീക്ഷിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ലാലേട്ടനെയും മമ്മൂക്കനെയും ഒക്കെ വെച്ചിട്ട് സിനിമ ചെയ്യണമെന്ന് കൊതിക്കാത്ത ആരുള്ളത്. എല്ലാ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് സിനിമ, മലയാള സിനിമയിൽ ഈ ലെജൻസിനെ ഇപ്പോൾ സുരേഷ് ഏട്ടൻ, മമ്മൂക്ക, ലാലേട്ടനൊക്കെ വെച്ചിട്ടൊരു പടം ചെയ്തു.
എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അപ്പോഴാണ് നമ്മൾ അംഗീകരിക്കപ്പെട്ട സംവിധായകനാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര വലിയ നല്ല നല്ല സിനിമകൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയാലും അതൊക്കെ ചെയ്യുമ്പോഴാണ് ആഹാ അടുത്ത പടം മമ്മൂക്കയുടെ, അടുത്ത പടം ലാലേട്ടൻ്റെ, അടുത്ത പടം സുരേഷ് ഏട്ടൻ, അങ്ങനെയൊക്കെ ആ ലൈനപ്പ് നമ്മളൊന്ന് ഈ പറയുന്ന മലയാളികൾ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ലൈനപ്പ് ഉണ്ടെങ്കിൽ അത് കൊതിയുണ്ട്. അതുമായിട്ടുള്ള സബ്ജക്റ്റ്, ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ ഉണ്ടാവുമല്ലോ. ഇത് ലാലേട്ടനെ വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് എഴുതുക, എന്നിട്ട് ഇവൻ പറയും ഞാൻ അഭിനയിച്ചോട്ടെ എന്ന് നിൽക്കുക. അതാണ് പാട്. ബിബിനൊന്നുണ്ട് ലാലേട്ടനെ വെച്ചാൽ മമ്മൂക്കയും ലാലേട്ടനും മമ്മൂക്കയും ലാലേട്ടനും പഠിച്ചിട്ട് നല്ല സബ്ജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്ന് എഴുതടാ എന്ന് പറഞ്ഞിട്ട് ഇരുത്തി എഴുതിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ മറ്റത് മമ്മൂക്കൊക്കെ വെച്ചേക്കുന്നത് ബിബിനും ലാലേട്ടനും വെച്ചേക്കുന്നത് ഞാനും ചെയ്താലോ. ചുമ്മാ കേട്ടാ ഇവരെ ആഗ്രഹം അവരൊക്കെ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്തും പറയാവുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേരിൽ പറയുന്നതാണ് ഇതൊക്കെ. നാളെ നാദർഷ വിഷുവിനെ കുറിച്ച് അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷൻ ഇട്ടിട്ട് നീയൊക്കെ തന്നെ ചെയ്തു. ഞാൻ ചെയ്യുന്നില്ല, ഇത് കട്ടി കളഞ്ഞേക്ക്. അവരെ വെച്ചിട്ടൊരു പടം ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി വേണമല്ലോ. ഗ്രാൻഡിയർ സാധനമൊക്കെയാണ്. എന്തെങ്കിലും ആലോചനകളുണ്ടോ വിദൂര ഭാവിയിൽ, സമീപ ഭാവിയിൽ? അത് എന്തെങ്കിലും പറയാറായാലും അപ്പോൾ പറയും. മതി. നമ്മൾ ഈ മാജിക് മഷ്റൂം കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകൻ എന്ത് ഫീലിങ്ങിലായിരിക്കും തിയേറ്ററിൽ വിടുന്നത്? കൊടുത്ത കാശ് മുതലായി. അതാണ് ഫാമിലി എൻ്റർടൈനർ പരിപാടിയാണ്. അപ്പോൾ കണ്ടാൽ സന്തോഷത്തോടു കൂടി ഇറങ്ങാൻ പറ്റും. ഒരു മാജിക് മഷ്റൂം അടിച്ച ഫീൽ കിട്ടും. അടിച്ച് കേട്ടിട്ട് അപ്പം അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അല്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ചുമ്മാ പറഞ്ഞു കേട്ട ഒരു ഫീല്, ആ ഒരു ഫീലിലായിരിക്കും ഇറങ്ങാൻ പറ്റുന്നത്. ഇതിൽ നമ്മൾ കൂടെ കൊണ്ടുവന്ന ഫാൻറ്റസി ആയിരിക്കുമോ അതെയോ കോമഡി ആയിരിക്കും? എന്താണ് നമ്മളെ ഒരു വാ ഫാക്ടർ എന്തായിരിക്കും നമ്മൾ കാണുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ളത്? ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അത് സിനിമ തരുന്നൊരു ഫീല് കിട്ടും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ആ സിനിമ നമുക്കൊരു ഫീല് തരും. അപ്പോൾ അതിലെ ഫാൻറ്റസിയോ അല്ലെങ്കിൽ ഹ്യൂമറോ എന്നുള്ളതിലൊക്കെ ഉപരി ടോട്ടൽ ഇതിനൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ആ സിനിമ നമുക്കൊരു ഫീലിംഗ് തരും എന്നാണ് എൻ്റെ ഒരു. നമ്മൾ ഇവിടെ നിന്നിരുന്ന് തള്ളണതല്ലല്ലോ കാര്യം. പടം കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാർക്ക് അവർ തൃപ്തരാണെങ്കിൽ അവർ ഓക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ തൃപ്തിയാകാൻ സാധ്യത ഉണ്ടെന്ന് ആസ് എൻ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ മഹത്തരമായിട്ടുള്ളൊരു അങ്ങനെ ഒരു സംഭവം എടുത്തു വെച്ചിട്ട് ഇടുന്നത് നല്ലത്. ഇത് ഓക്കെ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും, ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫാമിലി എല്ലാവരും ചിരിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്ത് പോകുന്നൊരു സിനിമയായിരിക്കും. ഓക്കെ. ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ പലരും ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ സംഭവമാണ് അമർ അക്ബർ അന്തോണി 2. അതിനൊരു സാധ്യത ഇനി കുറവായിരിക്കും അല്ലേ? ആഗ്രഹമുണ്ട്, സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എല്ലാവരും. എല്ലാവരും സംഭവിക്കട്ടെ. മാജിക് മഷ്റൂമും ഗംഭീരമാവട്ടെ. മാജിക് മഷ്റൂമിനും ഒരു 2ാം ഭാഗം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.